പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. മാളയിലെ CPIM നേതാവിനെതിരെ പോക്സോ കേസ്. CPIM പ്രാദേശിക നേതാവ് PO ഷാജി ഒളിവിൽ. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമറ ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിലെ പെയിന്റിംഗ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. 5 കോടിയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിലാണ് ചത്തുനിലയിൽ തേരട്ടയെ കണ്ടെത്തിയത്. പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ വാങ്ങിയ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കിട്ടിയത്. ഉടൻ തന്നെ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R. രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 4 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കടയിൽ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതു, പ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. മീഡിയ ടൈം, പുതുക്കാട്. 15 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ CPIM നേതാവ് ഒളിവിൽ. CPIM പ്രാദേശിക നേതാവും മാള മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ വാർഡ് മെമ്പറും നിലവിൽ സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ PO ഷാജിയാണ് ഒളിവിൽ പോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി പൂജ കടയിൽ നിന്നും 2000 രൂപ മോഷ്ടിച്ചു എന്ന് ആരോപണം ഉണ്ടായിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർപ്പാക്കി തരാം എന്ന വ്യാജേന വിദ്യാർത്ഥിയെ സമീപിച്ച ഷാജി പണം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. CPIMലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മാളയിലെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പലരും പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പരാതിയില്ലാത്തതിനാൽ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന മറുപടി ലഭിച്ചെന്ന് പറയുന്നു. നാട്ടുകാരിൽ നിന്നും പരാതി ലഭിച്ച ചൈൽഡ് ലൈൻ ഉടൻ തന്നെ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മാള പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അതേസമയം കുറ്റം ചെയ്തത് ആരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPIM മാള ലോക്കൽ സെക്രട്ടറി സലിം പള്ളിമറ്റത്ത് പറഞ്ഞു. മീഡിയ ടൈം, മാള. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജനഹിതം അനുസരിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മഹനീയമായ കരങ്ങൾ. എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് പദ്ധതിയാണ് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഇവിടെ നടപ്പാക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലാകെ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിൽ മുതൽക്കൂട്ടാകുന്ന ഒന്നാകും ഈ പദ്ധതി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇത് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ ഒരു മികച്ച ദൃഷ്ടാന്തം കൂടിയാണ്. നമ്മുടെ തൃശ്ശൂർ നഗരം കുടിവെള്ളത്തിന് വേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്നത് പീച്ചി ഡാമിനെയാണ്. ഈ ജലവിതരണ സംവിധാനത്തെ ക്രോഡീകരിച്ച് കുടിവെള്ളം ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഇന്നത്തോടുകൂടി ഓൺലൈനായി മാറുകയാണ്. ഇവിടെ പോരായ്മകൾ യഥാസമയം കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സംവിധാനത്തിന്റെ സമർപ്പണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു.
ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശ്ശൂരിലെ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിനൊരു മാതൃകയായി മാറുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലം എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ലോകത്തിന് മാതൃകയായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ വികസന കേരളത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന എക്കാലത്തും കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കാവുന്ന ഒരു അധ്യായമാണ് എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വൈദ്യുത വിതരണത്തിൻ്റെയും ജലവിതരണത്തിൻ്റെയും ഉത്തരവാദിത്വം ഒരു പോറലുമേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റെടുത്ത ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശ്ശൂർ കോർപ്പറേഷനാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എഫിഷ്യന്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പീച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിലെത്തിച്ച് 12,500 ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനിലാക്കി. എവിടെ നിന്ന് വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് കോർപ്പറേഷൻ നേരിട്ട് കുടിവെള്ള വിതരണം കുറ്റമറ്റമാക്കുന്നതിന് വാട്ടർ എഫിഷ്യന്റ് പദ്ധതി ആരംഭിച്ചത്. ജലവിതരണം കുറയുകയാണെങ്കിലും ലൈനിൽ ചോർച്ചയുണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായ ജലം എടുക്കുന്നുണ്ടെങ്കിലും ഉടനടി പരിഹാരം കാണാനാകും. കൃത്യമായി ട്രീറ്റ് ചെയ്ത ശുദ്ധജലം കൃത്യതയോടുകൂടി എത്തിക്കുന്നതിന് ഇതുവഴി സാധ്യമാകും. 5.59 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ULCCയാണ് കോർപ്പറേഷനു വേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ 4000 സ്മാർട്ട് മീറ്ററുകൾ, ജലത്തിന്റെ ഗുണനിലവാരം ഓൺലൈനായി പരിശോധിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കുന്നതിന് അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറ്റ് 2.0 എന്ന പ്രവൃത്തി കൂടി തൃശൂർ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച ULCCയെ പി ബാലചന്ദ്രൻ MLA ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, സാറാമ റോബ്സൺ, DPC അംഗം CP പോളി, കൗൺസിലർ ഷീബ ബാബു, മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി, മുൻ മേയർമാരായ അജിത ജയരാജൻ, അജിത വിജയൻ, കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സനൽകുമാർ, അമൃത് പ്രതിനിധി N രാഹുൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമല ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിലെ പെയിന്റിംഗ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. 5ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി മണിക്കൂറുകളോളം എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെയധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നതിനാൽ തീ പെട്ടെന്ന് ആളി പടരുകയായിരുന്നു. നാട്ടുകാരും ചാലക്കുടി ഫയർഫോഴ്സും അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. മാള, ഇരിങ്ങാലക്കുട, പുതുക്കാട്, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ അണച്ചത്. 5 കോടിയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. ദേശീയപാതയിലെ ഗതാഗത തടസ്സമാണ് വാഹനങ്ങൾ എത്താൻ താമസിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മീഡിയ ടൈം, ചാലക്കുടി. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷ, പോക്സോ കേസുകൾ, സൈബർ നിയമം, ഇതെല്ലാം നിങ്ങൾ ഭാവിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട
നല്ല പരിജ്ഞാനവും നിങ്ങൾക്ക് പരിശീലനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വലിയ മാറ്റം, അതിനനുസൃതമായുള്ള നൂതന സങ്കേതങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിനുതകുന്ന പരിശീലനവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസ് സേന ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് സഹായിക്കുന്ന ഒരു സേനയാണ്. ദുരന്തമുഖത്ത് ദുരന്തത്തിനിരയായവരുടെ ഏറ്റവും വലിയ സഹായിയായി മാറാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളായണി സ്വദേശിനി പി.കെ. ഗീതുവായിരുന്നു പരേഡ് കമാൻഡർ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി യു.വി. അനുജ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി എം.ആർ. ശ്രുതിയും മികച്ച ഷൂട്ടറായി ജെ. ദൃശ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു. പരേഡ് കമാൻഡറായ പി.കെ. ഗീതു മികച്ച ഔട്ട്ഡോർ കേഡറ്റ്, ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടി. മേനംകുളം ആസ്ഥാനമായുള്ള വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഭാഗമാകുന്ന സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരിയായ 40 പേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള 2 പേരും ബിരുദധാരികളായ 78 പേരും ബിടെക് ബിരുദധാരികളായ 13 പേരും ബി.എഡ് ബിരുദധാരിയായ 7 പേരും +2 യോഗ്യതയുള്ള 3 പേരും ഡിപ്ലോമ യോഗ്യതയുള്ള ഒരാളുമാണ് ഉള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആൻഡ് പോലീസ് ബറ്റാലിയൻ ADGP എം.ആർ. അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡർ ഇൻചാർജ് ഷഹൻഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ കെ. സേതുരാമൻ, മറ്റ് മുതിർന്ന പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ ഭാഗികമായുള്ള ഗതാഗതം അനുവദിച്ചു. ഇതിനായി റോഡിന്റെ ഒരു ഭാഗം തുറന്നുകൊടുത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന സൈറ്റിലാണ് ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മാൾ നിർമ്മാണത്തിനായി 100 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. ഇതിനോട് ചേർന്ന് നിർമ്മിച്ച സൈറ്റ് ഓഫീസ് മണ്ണിടിച്ചിലിൽ താഴ്ചയിലേക്ക് നിലംപൊത്തിയിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മണ്ണെടുപ്പിന് ശേഷം വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താത്തതാണ് അപകടത്തിന് കാരണമായി പറയുന്നത്. സമീപത്തെ കെട്ടിടങ്ങളും റോഡും അപകട ഭീഷണിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഗതാഗതം നിരോധിച്ചത്. ഇപ്പോൾ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനായി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോയും നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത 66 കൂനമ്മാവ് മുതൽ മൂത്തകുന്നം വരെയുള്ള ഭാഗം ശോചനീയാവസ്ഥയിൽ. പലയിടത്തും ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടു. മഴ കനത്തതോടെ സ്ഥിതി അതിരൂക്ഷമായിരിക്കുകയാണ്. ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. വെള്ളക്കെട്ട് മൂലം പലയിടത്തും കുഴികൾ വാഹനമോടിക്കുന്നവർക്ക് തിരിച്ചറിയാനാവാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. തുരുത്തിപ്പുറത്ത് ഒരു സൈക്കിൾ യാത്രികൻ കുഴിയിൽ വീണ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിന്റെ പരിതാപകരമായ അവസ്ഥ പലപ്പോഴും നീണ്ട ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ആഴ്ചകൾക്ക് മുൻപ് CPM ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ദേശീയപാത അതോറിറ്റി കൊച്ചി പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് പ്രൊജക്ട് ഡയറക്ടറുമായി സംസാരിച്ചും സ്ഥിതിഗതികൾ ധരിപ്പിച്ചിട്ടുണ്ട്. മഴക്കാലത്തുണ്ടാവുന്ന ഈ അവസ്ഥ മുൻകൂട്ടി കണ്ട് വേണ്ട അറ്റകുറ്റപ്പണി നടത്താനായി സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെടാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. ദേശീയപാത അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി അടിയന്തര അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി TV നിതിൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ടൈം, പറവൂർ. പുനർനിർമ്മാണം നടത്തി 2 മാസം തികയും മുൻപേ റോഡ് ഇടിഞ്ഞു താഴ്ന്നതായി ആരോപണം. കോൺഗ്രസ് ധർണ നടത്തി. ഗുരുതിപ്പാല അണ്ണല്ലൂർ റോഡാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കി 50 ദിവസങ്ങൾ തികയുന്നതിനു മുന്നേ പല ഭാഗങ്ങളിലും ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ പോകുന്ന റോഡിൽ വശങ്ങൾ ഇനിയും ഇടിഞ്ഞാൽ വലിയ ദുരന്തമുണ്ടായേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് അണ്ണല്ലൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ജോഷി കാഞ്ഞൂത്തറ ഉദ്ഘാടനം ചെയ്തു. തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഷെർലി ജോയ്, സോയ് കോലഞ്ചേരി,
റിൻസൺ അണ്ണല്ലൂർ, ജിയോ കൊടിയൻ, സോണി ഫ്രാൻസിസ്, ബിനോയ് CD, ജോർജ് ആച്ചാണ്ടി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട കോടശ്ശേരി പഞ്ചായത്തിലെ വൈലാത്തറ പട്ടികജാതി സങ്കേതത്തിലെ വാവൽത്താൻ സിദ്ധാർത്ഥൻ മകൻ സിനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അന്വേഷണ വിധേയമാക്കി നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ ഒരു ദാരുണമായ സംഭവത്തെ തുടർന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട 33 വയസ്സ് പ്രായമുള്ള സിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. ആ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കണമെന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പ്രസിഡന്റ് VV ശശി അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി PC മനോജ്, CPI ഏരിയ സെക്രട്ടറി KS അശോകൻ, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PK കൃഷ്ണൻ, MC ഷാജു, PA മുരളി എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ നാശം തുടരുകയാണ്. എടവലങ്ങിൽ വീട് തകർന്നു. പാലക്കുളത്ത് കാതിക്കോടത്ത് ബാബുവിന്റെ ഓടുമെഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ വടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. വടമ ചാത്തൻകുടം വീട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്നലെ രാത്രി തെങ്ങ് വീണത്. സുരേഷിന്റെ ഭാര്യ രാജി ഡാൻസ് ക്ലാസ് നടത്തുന്നത് ഈ ഷീറ്റ് മെഞ്ഞ സ്ഥലത്താണ്. അടുത്ത പറമ്പിലെ തെങ്ങാണ് കനത്ത മഴയിലും കാറ്റിലും വീണത്. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും തൊഴിലിലുമെല്ലാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അധ്യാപകർക്ക് നിരന്തരം പഠിച്ചേ മതിയാകും. കാരണം തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അക്കാദമിക് തലത്തിൽ ഇപ്പോഴാണെങ്കിൽ ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമെല്ലാം പുതുതായി പഠിച്ചെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം, ആ വിഭാഗത്തിനെ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് KSTA. കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് ON ഷൈൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ്, ട്രഷറർ റിയ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ PC സിജി, തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, PC സിംല, അജിത എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആല കല്ലുംപുറത്ത് സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതിയായ ജലധാര 2 പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രദേശത്ത് താമസിക്കുന്ന 46 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ദേശീയപാതയോട് ചേർന്ന് 3 ബോർവെൽ താഴ്ത്തി പ്രത്യേക മോട്ടോർ സ്ഥാപിച്ച് 500 മീറ്ററിലധികം നീളത്തിൽ പൈപ്പ് സ്ഥാപിച്ച് 23 അടി ഉയരത്തിൽ പ്രത്യേകം സ്ഥാപിച്ച 5000 ലിറ്റർ കൊള്ളുന്ന സംഭരണിയിൽ വെള്ളം ശേഖരിക്കും. ഇവിടെ നിന്ന് 1850 മീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വീടുകളിൽ എത്തിക്കുന്നത്. 24 മണിക്കൂറും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മോട്ടോറും ഇതോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുണ്ട്. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. CP ട്രസ്റ്റ് അങ്ങ് ഏറ്റവും നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായ കർണാടക ബോർഡറിലായ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വരെ ഇതുമാതിരിയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. എന്തായാലും സർവശക്തന്റെ അനുഗ്രഹം ഇവിടെ ഇടപെടാനും ഇത് സാക്ഷാത്കരിക്കാനും സാധിച്ചതിൽ ഇവിടുത്തെ അംഗങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ രാധാകൃഷ്ണനും ഘോഷും ഇതിന്റെ സിറാജൊക്കെ അടക്കമുള്ള എല്ലാവരും അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. കൺവീനർ ബിന്ദു സുദർശനൻ അധ്യക്ഷയായി. MS രാധാകൃഷ്ണൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, അസീസ് കാട്ടകത്ത്, പ്രൊഫസർ KS രാജുദ്ദീൻ, AD സുദർശനൻ, ദിനിൽ മാധവ്, KK ഘോഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 11ാം വാർഡിൽ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും നനദുർഗ കളരിയുടെയും
ആഭിമുഖ്യത്തിൽ വാർഡിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുൻപ് അറിയാം, അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാപ്രതിഭകളെ സൃഷ്ടിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ അഭിമാന വാദനങ്ങളായിട്ടുള്ള തുടർച്ചയാണ് എൻ്റെ മുമ്പിൽ. ആ പിന്തുണച്ചക്കാർക്ക് ഒട്ടേറെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ആഗ്രഹങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കാനുള്ള ആദ്യഘട്ടമാണ് നമ്മുടെ പുസ്തകങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന മാർക്കുകൾ. ആ മാർക്കുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കയറാൻ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യമാണ്. പക്ഷേ മികവാർന്ന മാർക്ക് വഴിയുണ്ടാവും, റാങ്ക് മേടിച്ചവരുണ്ടാവും, നേരത്തെ സൂചിപ്പിച്ചത് A+കാരുണ്ടാവും, A+കാരേക്കാൾ താഴെയുണ്ട്. വാർഡ് കൗൺസിലർ വിനീത ടിങ്കു അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക TK ഗീത, ഷൈല സുധാകരൻ, മീര രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. മാളയിലെ CPIM നേതാവിനെതിരെ പോക്സോ കേസ്. CPIM പ്രാദേശിക നേതാവ് PO ഷാജി ഒളിവിൽ. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമറ ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിലെ പെയിന്റിംഗ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. 5 കോടിയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.